ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ സമീപകാലത്ത് ചില വിവാദങ്ങളിൽ അകപ്പെട്ട താരമാണ്. അതായത് സാബി അലോൺസോയുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം അത്ര നല്ലതായിരുന്നില്ല. പിന്നീട് സാബി അലോൺസോയുടെ പരിശീലക സ്ഥാനം തെറിക്കുകയും ചെയ്തു. ഇതോടുകൂടി വിനീഷ്യസ് ജൂനിയർ റയലിനകത്ത് ഹാപ്പിയായി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ ബ്രസീലിയൻ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയുമായി വളരെ അടുത്ത ബന്ധമാണ് വിനിക്കുള്ളത്. ഇതേക്കുറിച്ച് അദ്ദേഹം ഒരിക്കൽ കൂടി സംസാരിക്കുകയും ചെയ്തിരുന്നു. അതായത് തൻ്റെ ഒരു മുത്തശ്ശനെ പോലെയാണ് കാർലോ ആഞ്ചലോട്ടി എന്നായിരുന്നു വിനീഷ്യസ് ജൂനിയർ പറഞ്ഞിരുന്നത്. ഏതായാലും വിനിയെക്കുറിച്ച് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി സംസാരിച്ചിട്ടുണ്ട്. അതായത് ചില കാര്യങ്ങളൊക്കെ താൻ വിനീഷ്യസിന് ഉപദേശമായിക്കൊണ്ട് നൽകിയിട്ടുണ്ട്. സഹതാരങ്ങളെയും പരിശീലകനെയും ബഹുമാനിക്കണം എന്നുള്ള കാര്യം വിനിയോട് താൻ പറഞ്ഞിട്ടുണ്ട്. വിനിയുടെ ആറ്റിറ്റ്യൂഡ്, കളിക്കളത്തിലെ ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് ആഞ്ചലോട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബ്രസീലിയൻ താരങ്ങൾ വളരെയധികം വിനയമുള്ള താരങ്ങളാണ്, വളരെയധികം വ്യത്യസ്തരാണ്. റയൽ മാഡ്രിഡിൽ ഉള്ള വിനീഷ്യസ് അല്ല ഇവിടെ. ഒരു മനുഷ്യൻ എന്ന നിലയിൽ എന്തൊക്കെ ചെയ്യണം അതേക്കുറിച്ച് ഞാൻ വിനിയോട് സംസാരിച്ചിട്ടുണ്ട്. ഒരു താരം പരിശീലകനെയും തൻ്റെ സഹതാരങ്ങളെയും ബഹുമാനിക്കേണ്ടതുണ്ട്. അത് വിനിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കളിക്കളത്തിലെ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിന്റെ കാര്യത്തിൽ ഒരുപാട് പുരോഗതി കൈവന്നിട്ടുണ്ട്. ഇതാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും അടുത്ത വേൾഡ് കപ്പിന് കാർലോ ആഞ്ചലോട്ടി കൊണ്ടുപോകും എന്ന് ഉറപ്പുള്ള താരങ്ങളിൽ ഒരാളാണ് വിനീഷ്യസ് ജൂനിയർ. ആ ഒരു കോൺഫിഡൻസ് അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഓരോ തവണ ആഞ്ചലോട്ടി വിളിക്കുമ്പോഴും ഇത്തവണത്തെ വേൾഡ് കപ്പ് നേടാൻ നമുക്ക് കഴിയില്ലേ എന്ന് ആഞ്ചലോട്ടി പറയാറുണ്ട് എന്നായിരുന്നു വിനീഷ്യസ് ജൂനിയർ വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും ബ്രസീലിയൻ ദേശീയ ടീമിൽ നല്ല ഒരു പ്രകടനം വിനീഷ്യസിൽ നിന്നും ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.